ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കുട്ടിച്ചായൻ തിരിച്ച് തറവാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ആ സമയത്ത് അലീനോട് യാത്ര പറഞ്ഞിട്ടാണ് പോകുന്നത്. അലീനയ്ക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ട്, കാരണം ഞാനിവിടെ ഒറ്റപ്പെട്ട് പോവുമല്ലോ എന്നുള്ള സങ്കടത്തിലാണ്. പക്ഷേ കുട്ടിച്ചായൻ പറയുന്നുണ്ട്, മോള് വിഷമിക്കണ്ട, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. തിരിച്ച് വന്നതിന് ശേഷം നമുക്ക് രണ്ടുപേർക്കും ചേർന്നിട്ട് തറവാടൊക്കെ ഒന്ന് കാണണം, എല്ലാം മോൾ അറിഞ്ഞിരിക്കണം. ശരി, എന്നാൽ പിന്നെ പോയിട്ട് വരാം. അന്നേരം ആൻ്റപ്പൻ അങ്ങോട്ട് വരും കേട്ടോ. ആൻ്റപ്പാ, ഞാൻ പോയേച്ചും വരാടാ, നീ എൻ്റെ കൊച്ചിനെ നല്ലപോലെ നോക്കിക്കോണം. ശരി, ഓക്കെ എന്ന് പറഞ്ഞാണ് യാത്ര കഴിഞ്ഞ് പോകുന്നത് കേട്ടോ. അന്ന് രാത്രിയാകുമ്പോൾ അലീന നമ്മുടെ ബാലചന്ദ്രനെ വിളിക്കുകയാണ്. എങ്ങനെയുണ്ട് മോളെ, അവിടെ വിശേഷം, സുഖമാണോ എന്നൊക്കെ ചോദിക്കണം. അച്ഛൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയുണ്ട് അച്ഛാന്ന് ചോദിക്കുക. വലിയ മാറ്റം വരാനൊന്നും വഴിയില്ലടി, ഇപ്പോൾ കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ നീ ഇവിടുന്ന് പോയിട്ട്. ആരോഗ്യമൊക്കെ ശരിയാണോ, മരുന്നൊക്കെ കറക്റ്റായി കഴിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. അത് ശരി, എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒത്തിരി നാളായതുപോലെ തോന്നുകയാണ് എന്നിങ്ങനെ നമ്മുടെ അലീന പറയാട്ടോ. അപ്പോൾ തന്നെ ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, എന്നാൽ പിന്നെ ഇവിടെ നേരെ തിരിച്ചാടി, നീ ഇന്നലെ ഇവിടെ നിന്ന് പോയതുപോലെ എനിക്ക് തോന്നുന്നത്. അവിടെ എങ്ങനെയുണ്ടടി, നിനക്കവിടെ ജോലിയൊന്നും ഇല്ലല്ലേ ചെയ്യാനായിട്ട്? അതാണച്ചാ കുഴപ്പം, ഇവിടെ എനിക്ക് ഒരു ജോലിയില്ല. നീ കുറേ നാൾ ഇവിടെ ജോലി ചെയ്തതല്ലേ, കുറച്ച് നാൾ നീ റെസ്റ്റ് എടുത്തോ. അയ്യോ വേണ്ടച്ചാ, എന്നെ കൊണ്ട് വലിയൊരു കൂട്ടിൽ അടച്ചിട്ടതുപോലെ എനിക്ക് തോന്നുന്നത്. എന്താടി, കേണലുമായിട്ട് നീ ഇണങ്ങിയില്ലേ? അച്ഛാ, അവിടെയാണെങ്കിൽ അച്ഛൻ്റെ മുറിയിലേക്ക് എനിക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വിഷമമുണ്ടെങ്കിലും ഷെയർ ചെയ്യാം. അതിന് പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ടല്ലോ. ഇവിടെ അങ്ങനെയല്ല, പെട്ടെന്നൊന്നും ഒഴിച്ചെല്ലാൻ പറ്റില്ല. കേണലിന് ഭയങ്കര കമാൻഡിങ് പവറാണല്ലോ, പെട്ടെന്ന് അടുക്കാനും പറ്റില്ല. എല്ലാവരും അങ്ങനെയാണോടി? ഇവിടെ കേണലിൻ്റെ പപ്പായ ഉണ്ടായിരുന്നേ, അവർ തമ്മിൽ ഭയങ്കര കൂട്ടാണ് കേട്ടോ. മദ്യമൊക്കെ കഴിക്കുമ്പം ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ലതാവൂലേ, അതുപോലെയാണ് ഇവിടെ അപ്പനും മോനും കൂടെ. ചിലപ്പോൾ എനിക്കും തോന്നാറുണ്ട്, ഞാനും ഒരു ഗ്ലാസ് മദ്യമൊക്കെ കഴിച്ചായിരുന്നു ഈ കേണലുമായിട്ട് പെട്ടെന്ന് അങ്ങ് കൂടായിരുന്നു എന്ന്. അപ്പോൾ തന്നെ ബാലേന്ദ്രൻ പറയാം കേട്ടോ. എന്നാൽ പിന്നെ നീ അങ്ങനെ ചെയ്, നന്നായിരിക്കും. കൊള്ളാം. അതെ, അവരുടെ കള്ള് കൂടി തന്നെ എങ്ങനെ നിർത്തിക്കാമെന്നും പറഞ്ഞാണ് ഞാനിരിക്കുന്നത്. ഗവേഷണം നടത്താം ഞാൻ. പിന്നെയാണ് ഇനിയിപ്പം ഞാൻ മോളെ, സ്റ്റാൻലി ജോസഫ് ഒരു കാര്യത്തിൽ പെട്ടെന്നൊന്നും വഴങ്ങില്ല. ഞാൻ നേരിട്ട് കണ്ടതല്ലേ അയാളുടെ കൂടി. ഞാൻ ചെന്ന മുതൽ തിരിച്ച് വരുന്നത് വരെ ശരിക്കും പറഞ്ഞാൽ ഒരു കയ്യിലും മദ്യവും മറ്റേ കയ്യിൽ ധൂമകേതു. അതെന്താ എടി, ഞാനത് ചുമ്മാ തള്ളിയതാ. പക്ഷെ കയ്യിൽ പുക വലിക്കുന്നില്ലേ, അതാണ്. കേണലിൻ്റെ ശ്വാസകോശവും കരളും ഒക്കെ നീ ഇപ്പം തന്നെ പിടിക്കണം. അച്ഛാ, എന്നെ പേടിപ്പിക്കല്ലേ. എടി, നിന്നെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല, പക്ഷെ കാര്യം അതാണ്. നീ കുടിയന്മാർക്ക് ചില മണ്ട വിശ്വാസമുണ്ട്, അവരുടെ കിഡ്നിയും ലിവറും ഒക്കെ ഭയങ്കര സ്ട്രോങ്ങാണ്, എല്ലാം താങ്ങുമെന്ന്. അതേ സ്റ്റാൻലി പപ്പയെ കുടിയനൊന്നും അല്ല, കുഞ്ഞായിട്ട് സിപ്പ് ചെയ്യേ ഉള്ളൂ എന്നാണ് ഇവിടെ വല്യപ്പച്ചൻ കൂടെ പറയുന്നത്. അത് ശരി. പക്ഷേ ഇവിടെ കിടക്കുന്ന കുപ്പികളാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെ നീയും വല്യപ്പച്ചൻ തമ്മിൽ എങ്ങനെയാണ്? നമ്മൾ ഭയങ്കര കൂട്ടാണ്, നല്ല സെറ്റാണ്. എന്തായാലും ഞാൻ എന്നോടുള്ള കൂട്ട് കാരണം വല്യപ്പച്ചൻ കുടിക്കത്തില്ല കേട്ടോ. ഇവിടെ വരുമ്പോഴത്തേക്കും അപ്പനും മോനും ഭയങ്കര കുടിയായിരുന്നു. പക്ഷേ എന്നോടിപ്പോൾ സ്നേഹം കൂടിയതിന് ശേഷം അപ്പച്ചൻ ആ കുടിയൊക്കെ അങ്ങ് നിർത്തി. ആണോ? നീ അതൊക്കെ മാറ്റിയെടുത്തൂലേ? ശരി, അതുപോലെ ഇത് നിനക്ക് മാറ്റിയെടുക്കാൻ പറ്റൂടി, എനിക്ക് ഉറപ്പാണ്. പിന്നെ ഇപ്പം നീ പിടിച്ചാൽ ഉറപ്പായിട്ടും ഇതിൽ നിൻ്റെ അപ്പനെ നിനക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അയാൾക്ക് പെട്ടെന്നൊരു തട്ടുകേടോ എന്തെങ്കിലും വന്നു പോയാലേ അയാളുടെ സ്വന്തക്കാരും ബന്ധക്കാരും മക്കളും എല്ലാം കൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിന്നെ ചവിട്ടി പുറത്താക്കില്ലേ? അത് വേണോ? അപ്പോൾ കേണലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നിൻ്റെ കടമയല്ലേ? എന്നെക്കൊണ്ട് സാധിക്കുമോ വെച്ചാൽ എനിക്കറിയില്ല, എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. രാവിലെ എണീറ്റോടല്ല ഉടനെ കയ്യിലെടുക്കുന്ന മദ്യം താഴെ വെക്കത്തില്ല. ആരും പോയി പറയുന്നത് ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. എടി, ഇത്രയൊക്കെ സമാധാനത്തോടെയും ക്ഷമയോടുകൂടി കൊണ്ടുപോകുന്ന നിനക്ക് അതെല്ലാം സാധിക്കും, എനിക്കറിയാം. നീ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ അലീനയ്ക്ക് നല്ലൊരു ഉപദേശം കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. അപ്പം അലീനയും തിരിച്ച് ചോദിക്കുന്നുണ്ട്, അവിടെ എന്താ വിശേഷം? അപ്പം ബാലേന്ദ്രൻ പറഞ്ഞടി, നീ മാക്സിമം നോക്ക്, നിനക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഇങ്ങ് പോരെ, അതാണ് നല്ലത്. ഇവിടെ ആകുമ്പോൾ ഒന്നുമില്ലെങ്കിലും നിനക്ക് നിൻ്റെ പെറ്റമ്മ ഇവിടെ ഉണ്ടല്ലോ, അങ്ങനെയെങ്കിലും ചിന്തിക്കാം. അതൊന്നും ശരിയാവും തോന്നുന്നില്ല. എന്ത് ശരിയാവും ഒന്നും. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പിന്നെ അവിടെ ഇപ്പോൾ മാഡം തിരിച്ച് വന്നല്ലോ, വന്നതിന് ശേഷം ഇപ്പോൾ എങ്ങനെയുണ്ട്, നേരെ ചൊവ്വയാണോ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ അലീന ചോദിക്കുകയാണ്. എടി മോളെ, എൻ്റെ കയ്യിൽ നല്ലൊരു ബോംബുണ്ടെന്ന് നിനക്കറിയാലോ, അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. ഞാൻ ഉറപ്പായിട്ടും അതങ്ങ് പൊട്ടിക്കും, അതിനൊരു മാറ്റവും. അച്ഛാ വേണ്ട, അതൊന്നും വേണ്ട അച്ഛാ. അച്ഛൻ എന്തൊക്കെയായി പറയണേ? അതേടി മോളെ, എൻ്റെ മനസ്സ് അങ്ങനെയാണ്, നിനക്കറിയാമല്ലോ എല്ലാ കാര്യങ്ങളും എന്നൊക്കെ ഇങ്ങനെ അലീനയോട് ബാലചന്ദ്രൻ സംസാരിക്കാൻ കേട്ടോ വൈജിയെക്കുറിച്ചിട്ട്. അങ്ങനെ അലീന പറയുന്നുണ്ട്, അച്ഛൻ കുറച്ചും കൂടെ ഒന്ന് ക്ഷമിക്കുക, എന്നെ ഓർത്തും അച്ഛൻ്റെ മക്കളെ ഓർത്തും കുറച്ചുകൂടെയൊക്കെ ക്ഷമിക്കുക. എല്ലാം ഞാൻ ക്ഷമിക്കുന്നുണ്ട്, പക്ഷേ ഇതൊന്നും ഒരുപാട് നാൾ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛാ,
അച്ഛൻ അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വരും. ഞാനല്ലേ അച്ഛാ പറയുന്നത്. ആ തൽക്കാലം നീ ഫോൺ വെക്ക്, എൻ്റെ മൂഡ് പോയി. അച്ഛാ പ്ലീസ് അച്ഛാ. എടി നീ ഫോണ് വെച്ചോ, ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറയാം. പക്ഷേ അലീനയ്ക്ക് അത് ഭയങ്കര സങ്കടമായി കേട്ടോ. ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ബാലേന്ദ്രനും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി. രണ്ടുപേരും അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ആലോചിക്കണം. ഇതിനിടയ്ക്ക് നമ്മുടെ കൊട്ടാരമറ്റത്തിൽ സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കാറ് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുവാണ്. ആൻ്റെ ഒപ്പം ഓടി വരുവാ കേട്ടോ. ഓടി വന്ന് അയ്യോ ഇതാരാ വന്നിരിക്കുന്നത്, റീത്താമ്മയോ? ആ അതെ. പിന്നെ ആൻ്റെ പട്ടിയൊക്കെ എവിടെ, കൂട്ടിലാണോ? അതെ, എല്ലാം ഞാൻ കൂട്ടിൽ വെച്ചിട്ടുണ്ട്. അത് ശരി. ആ ഒന്നുപോലും വെളിയിലില്ലല്ലോ? ഏയ് ഒന്നുമില്ല. ആ ഉറപ്പാണല്ലോ? അതെ. അങ്ങനെ റീത്താമ്മയും കൂടെ ഒരു കൊച്ചുമോളും ഉണ്ട് കേട്ടോ. അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി വരുവാണ്. ഇറങ്ങി നിന്നുടനെ ആ കുട്ടി ആൻ്റപ്പനെ നോക്കിയിട്ട് ഒന്ന് കൊഞ്ഞനം കുത്തുന്നുണ്ട്. ഓടി സിറ്റ് ഔട്ടിലേക്ക് കയറിയിട്ട് റീത്താമ്മേ പുറകിൽ പട്ടി വരുന്നുണ്ട്, പെട്ടെന്ന് വാ. അപ്പോൾ റീത്താമ്മ ആദ്യം ഒന്ന് പേടിക്കാട്ടോ, ഇവിടെ മൊത്തം പട്ടിയാണല്ലോ. അയ്യേ പേടിച്ചു പോയേ എന്നും പറഞ്ഞുകൊണ്ട് ആ കുട്ടി കളിയാക്കട്ടോ. അപ്പോൾ രസ നീ അടങ്ങി നിൽക്കെന്നും പറഞ്ഞും കൊണ്ട് കൊച്ചിനെ വഴക്ക് പറയുന്നുണ്ട് റീത്താമ്മ. എന്നാൽ പിന്നെ ഞാൻ വരുന്നില്ല, ഞാൻ കാറിൽ തന്നെ ഇരുന്നോളാം എന്നും പറഞ്ഞ് ആ കൊച്ചു നേരെ കാറിലേക്ക് വരികയാണ് കേട്ടോ. എൻ്റെ കൊച്ചേ നീ ഇങ്ങോട്ട് ഇറങ്ങി വാ, ഞാൻ വെറുതെ പറഞ്ഞാണല്ലോ. ആ ഞാൻ വെറുതെ പറഞ്ഞതാടി എന്ന് ആണല്ലോ അല്ലേ, അല്ലാതെ എന്നെ വഴക്ക് പറഞ്ഞതല്ലല്ലോ അല്ലേ? അല്ല. എന്നാൽ പിന്നെ വാ. അങ്ങനെ അത് ഓടി വന്ന് എന്തോ ഒരു വെട്ടിക്കിളി കണക്ക് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, നേരെ വന്ന് സിറ്റ് ഔട്ടിലിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞിട്ട് എഴുന്നേക്ക് മോളെ എഴുന്നേക്ക്. ആ എഴുന്നേക്കാം. നേരെ ആൻ്റപ്പൻ്റെ അടുത്തേക്ക് എത്താമ്മ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, സ്റ്റാൻലി ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. മറ്റേ പെണ്ണ് ഉണ്ടോ? എങ്ങാണ്ടെന്നോ മലവെള്ളത്തിൽ നിന്ന് ഒഴുകി വരുന്നത്. അവളുടെ പേരെന്താ? അലീന. ഇതൊക്കെ എവിടുന്ന് വരുന്നു ആൻ്റപ്പ? ഓഹ് എനിക്കറിയില്ല. നീയൊക്കെ എന്തിനാണ് സ്റ്റാൻലിയുടെ കൂടെ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്? നിങ്ങൾ ഇതൊന്നും എൻ്റെ വിഷയമല്ലല്ലോ റീത്താമ്മ. നിങ്ങൾ കേണൽ സാർ അവിടെ ഉണ്ടല്ലോ, നിങ്ങൾ നേരിട്ട് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. മോളെ വ്യത്യസ്ത വാ, പപ്പയെ കാണണ്ടേ, വാ കയറി വാ. അങ്ങനെ പപ്പയെ കാണാനായിട്ട് കൊച്ചു മോളുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ റീത്താമ്മ. അങ്ങനെ അകത്തേക്ക് കയറി വരുവാണ് സ്റ്റാൻലിയുടെ അടുത്തേക്ക്. ആൻ്റെ ഒപ്പം വന്ന് കതക് തട്ടുന്നു. അപ്പോൾ നമ്മുടെ കേണലിൻ്റെ മുറിയിൽ വന്ന് തട്ടുകയാണ് കേട്ടോ. കയറി വന്നോളൂ എന്ന് പറയാം. ആ നേരത്തെ കേണൽ ചോദിക്കുന്നുണ്ട് ആൻ്റപ്പനോട്, ആരാ വന്നത്? അത് റീതാമ്മ ചേച്ചി വന്നിട്ടുണ്ട്, പിന്നെ ടെൽസമോളും വന്നിട്ടുണ്ട്. ആ എന്താ കാര്യമെന്ന് പറ. സാബിനെ കാണണമെന്നാണ് പറയുന്നത്. ശരി എന്നാൽ പിന്നെ വരട്ടെ. അങ്ങനെ വെളിയിലേക്ക് ചെന്ന് അവരോട് അകത്തേക്ക് കയറി വരാൻ വരും കേട്ടോ. അങ്ങനെ അവർ പതുക്കെ അകത്തേക്ക് കയറി വരുവാണ്. കൊച്ചാണെങ്കിൽ പപ്പയെ കണ്ട ഉടനെ ഹായ് പപ്പ എന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുക കേട്ടോ. അങ്ങനെ പപ്പ മോളെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയണം, മോളെ നിനക്കവിടെ സുഖമാണോ? എനിക്ക് അവിടെ ഒരു രസമില്ല പപ്പ, എനിക്ക് ഇവിടെയാണ് ഇഷ്ടം. എന്നാൽ പിന്നെ മോളിങ്ങോട്ട് വന്നൂടെ നിനക്ക്? ഇവിടെ നില്ലേ പപ്പയുടെ കൂടെ. പക്ഷെ മമ്മി വിടത്തില്ല, അതല്ലേ കുഴപ്പം. അപ്പോൾ കൊച്ചാണെങ്കിൽ അവിടെ നിന്ന് എടുത്ത് കഴിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ് അവിടെ ഇരിക്കുകയായിരുന്നു. ആ ഗ്ലാസ് ഒരെണ്ണം എടുത്തിട്ട് റീത്താമ്മയുടെ മുമ്പിൽ കാണിച്ചിട്ട് പറയാം, റീത്താമ്മേ ഇതിലൊരു ഗ്ലാസ് റീത്താമ്മയ്ക്ക് തരട്ടെ. മോളെ നീ ഇങ്ങോട്ട് വന്നേ, അതും എടുത്തു വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ ഉടനെ തന്നെ സ്റ്റാൻലി പറഞ്ഞു, റീത്താമ്മ നിൽക്കണമെന്നൊന്നുമില്ല, ഇരിക്കാം. ഓ പട്ടികൾ ഇരിക്കാറുള്ള കസേരയും സോഫയ്ക്കല്ലേ? ഓ അന്തസ്സുള്ള പട്ടികളാണ് എന്ന് സ്റ്റാൻലി പറയാം. അപ്പോൾ ഉടനെ റീത്താമ്മ പറയാണ്, ഞങ്ങളുടെ വീട്ടിലെ പട്ടികൾക്ക് മനുഷ്യനുള്ള അന്തസ്സ് അത്രയ്ക്ക് എന്തായാലും കിട്ടത്തില്ല. അപ്പോൾ സ്റ്റാൻലി പറഞ്ഞിട്ട്, നിങ്ങളെ വീട്ടിലെ പട്ടികളെ പോലെ ആകാൻ പറ്റിയില്ലെങ്കിലും ആ പട്ടിയേക്കാളും താഴാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ആരാ സ്റ്റാൻലി തരാൻ താണത്? ഞാനൊരു വിവരം അറിഞ്ഞിട്ട് കുറേ ദിവസമായി, അതേക്കുറിച്ച് ചോദിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത്. സ്റ്റാൻലി ഇവിടെ ഏതോ ഒരുത്തിയെ കൊണ്ട് താമസിപ്പിച്ചതായിട്ട് അറിഞ്ഞു. ഉടനെ സ്റ്റാൻലിക്ക് ദേഷ്യം വരും കേട്ടോ. ഷട്ടപ്പ്, മിണ്ടരുത്. മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ എൻ്റെ മുന്നിൽ നിന്ന് ഒരക്ഷരം മിണ്ടരുത്. മര്യാദക്കെട്ട് കാണിക്കുന്നതിന് ഒരു കുറ്റമില്ലേ സ്റ്റാൻലി? സ്റ്റാൻലി ഇവിടെ ഒരു പെണ്ണിനെ കൊണ്ട് താമസിപ്പിച്ചിട്ടില്ലേ? ആരാ അത്? എൻ്റെ മകൾ. സ്റ്റാൻലിക്ക് മക്കൾ എത്ര പേരുണ്ട്? എനിക്കിപ്പോൾ 4 പേരുണ്ട്. ഒരെണ്ണം എവിടെ നിന്ന് വന്നു? എൻ്റെ അനുജത്തി എൽസമ്മ 3 മക്കളെ പ്രസവിച്ചത് മാത്രമേ എനിക്കറിയുള്ളൂ. എൽസമ്മ അല്ലാതെ സ്റ്റാൻലി ഇതുവരെ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചതായി നാളിതുവരെയായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. കല്യാണം കഴിക്കാതെ മക്കളുണ്ടാവുമല്ലോ. എൽസമ്മ അല്ലാതെ വേറൊരു പെണ്ണ് സ്റ്റാൻലിയുടെ മകളെ പ്രസവിച്ചു എന്ന് മാത്രം കരുതിയാൽ മതി. അതെവിടുത്തെ അന്തസ്സാ സ്റ്റാൻലി? നാഴികയ്ക്ക് 40 വട്ടം കൊട്ടാരമറ്റത്തുകാരുടെ അന്തസ്സ് ഉയർത്തി പറയുന്നതാണല്ലോ സ്റ്റാൻലിയും സ്റ്റാൻലിയുടെ അപ്പനും അവതൊക്കെട്ടിയും. കല്യാണം കഴിക്കാതെ അന്യ സ്ത്രീകളിൽ മക്കളെ സൃഷ്ടിക്കുന്നതാണോ കൊട്ടാരമറ്റത്തുകാരുടെ അന്തസ്സ്? ദേ വലിയ ഡയലോഗ് അടിച്ച് എന്നെ തോൽപ്പിക്കുന്നൊന്നും നോക്കരുത്. അതൊക്കെ ഇങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി എന്ന് സ്റ്റാൻലി. അറിയേണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ പറയേണ്ട പോലെ ഞാൻ പറയും. ഇല്ലെങ്കിൽ ഇനിയൊരു അക്ഷരം മിണ്ടാതെ ഇവിടുന്ന് പൊക്കോളണം. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി. ഞങ്ങളാരും അറിയാത്തൊരു മകൾ സ്റ്റാൻലിക്ക് എവിടെ നിന്നുണ്ടായി?
എൽസമ്മയുടെ കഴുത്തിലല്ലേ സ്റ്റാൻലി താലി കെട്ടിയത്? എന്നിട്ട് മറ്റൊരു സ്ത്രീ സ്റ്റാൻലിയുടെ മകളെ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പറ. ഇതല്ലാതെ ഇനിയും മക്കൾ വരാനുണ്ടോ? വേറെ സ്ത്രീകൾ സ്റ്റാൻലിയുടെ മക്കളെ പ്രസവിച്ചിട്ടുണ്ടോ? അപ്പോൾ സ്റ്റാൻലി പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ 1 ഡസൻ മക്കൾ കൂടെ ഇനി വരാനുണ്ട്. നിങ്ങൾക്കെന്നെ തൂക്കിക്കൊല്ലാൻ പറ്റുമോ? ഇതൊന്നും അന്തസ്സുള്ള മറുപടിയല്ല. അന്തസ്സുള്ള സ്ത്രീകൾ മാന്യമായിട്ട് ചോദിച്ചാൽ കൃത്യമായിട്ട് ഞാൻ പറയും ഉത്തരം. സ്റ്റാൻലിക്ക് ഇതുവരെ ഇല്ലാത്തൊരു മകൾ ഇപ്പോൾ എവിടുന്ന് വന്നു? അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് എനിക്കൊരു പണ്ട് ലവ് അഫെയർ ഉണ്ടായിരുന്നു. അതിൽ ജനിച്ച കുട്ടിയായിരുന്നു. എങ്കിൽ പിന്നെ എന്തിനാണ് എൻ്റെ അനിയത്തിയുടെ ജീവിതം തെളിച്ചു? മറ്റവളെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ? അത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ അന്ന് അത് നടന്നില്ല. അപ്പോൾ ഇനി എലിസമ്മയും മക്കളും എന്താ ചെയ്യേണ്ടത് സ്റ്റാൻലി? അതുകൂടെ പറയാൻ. അവരെന്ത് ചെയ്യാൻ? ഇതുവരെ ജീവിച്ചതുപോലെ ഇന്ന് വരെ എങ്ങനെ പോയി അതുപോലെ അവർ ജീവിച്ചോളും. കൊള്ളാം. അതെന്തൊരു ന്യായം? എല്ലാവരും അറിഞ്ഞില്ലേ? റിലേറ്റീവ്സ് എല്ലാം അറിഞ്ഞു, അഞ്ചലുള്ളവരും എല്ലാവരും അറിഞ്ഞു, നാട് മുഴുവനും അറിഞ്ഞു. സ്റ്റാൻലിക്ക് പിഴച്ചു പോയ ഒരു മകളുണ്ടെന്നും അവളെ കൂടെ താമസിപ്പിച്ചിരിക്കുകയാണെന്നും ഒക്കെ. നാണക്കേട്. ദേ വാടച്ച് വയ്ക്കും, മിണ്ടാതിരുന്നോളണം. സത്യം വിളിച്ചു പറയുമ്പോൾ വാടച്ച് വയ്ക്കാൻ പറയുന്നത് എന്താ നിങ്ങളിത് കാണിക്കുന്നത്? നാട്ടുകാർ ചോദിച്ചാൽ അവരോടൊക്കെ ഞാൻ എന്താ പറയേണ്ടത്? അതിനൊരു ഉത്തരം നിങ്ങൾ പറ. അപ്പോൾ സ്റ്റാൻലി മുന്നോട്ട് വന്നിട്ട് റിത്താമ്മയുടെ മുമ്പേ നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചോദിക്കുന്നവരുടെ നിങ്ങളൊരു കാര്യം പറ, പോയി നിങ്ങളുടെ പണി നോക്കാൻ പറ. അതാണ് അതിൻ്റെ ഉത്തരം. അത് തർക്കുത്തരമല്ലേ? അല്ലേ സ്റ്റാൻലി? ഈ നിൽക്കുന്നത് സ്റ്റാൻലിയുടെ മകളല്ലേ? ഇവൾക്ക് ചേച്ചിയും അനിയനും ഒക്കെ ഇല്ലേ? അവർക്ക് കോളേജിൽ പോകണ്ടേ? പുറത്തിറങ്ങി നടക്കണ്ടേ? അവരുടെ പപ്പയ്ക്ക് പല സ്ത്രീകളിലും മക്കളുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ കളിയാക്കിയാൽ പിള്ളേരുടെ തല കുനിഞ്ഞു പോകത്തില്ലേ അപമാനം കൊണ്ട്? അവരുടെ മനസ്സിൽ തട്ടിയ മുറിവിന് എന്തെങ്കിലും മറുപടി പറയാൻ നിങ്ങൾക്കുണ്ടോ? പറ. ഒരു അവിഹിത സന്തതി നിങ്ങൾക്കുണ്ടെന്ന് പറയാമെന്ന് ഒരു റിട്ടയർഡ് കേണൽ ഓഫീസറായ നിങ്ങൾക്കതെന്താ? വലിയൊരു മെഡലോ സ്റ്റാറോ എന്തെങ്കിലും ആണോ അത്? അല്ലല്ലോ. സ്റ്റാൻലിയുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ കുടുംബക്കാർക്കോ ഇതൊക്കെ ഒരു അഭിമാനമാണോ അതോ അപമാനമാണോ? സ്റ്റാൻലി എന്നെ പറ. അന്നേരം സ്റ്റാൻലി കുറച്ച് നേരം ആലോചിക്കാട്ടോ. എന്നിട്ട് നിസാമയുടെ അടുത്ത് പറയേണ്ടത്, നിസാമ പറയുന്നത് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഞാനൊരു പെണ്ണെ സ്നേഹിക്കാം, കുറച്ച് നാൾ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അവളെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അലീന എന്നൊരു മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ആഗ്രഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് ആരും കല്യാണം കഴിക്കാതിരിക്കുന്നുമില്ല. അന്നത്തെ ആ ഒരു അബദ്ധത്തിൽ ഒരു മകൾ ജനിച്ചു. അവൾ അനാഥാലയത്തിൽ 23 വർഷം കഴിച്ചു കൂട്ടിയത്. ഇപ്പോഴും അനാഥയാണെന്നറിഞ്ഞപ്പോൾ അവൾക്ക് അഭയം കൊടുക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് എനിക്ക് തോന്നി. ഞാനത് ചെയ്തു. കൂടുതലൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല, ഇനി ഞാൻ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നതുമില്ല. ആഹാ, കൊള്ളാമല്ലോ. ഇതൊരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ സ്റ്റാൻലി? നിങ്ങളുടെ മക്കൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുമോ? സ്റ്റാൻലി അവരോടും കൂടെ ആലോചിച്ചിട്ട് വേണം ഇങ്ങനെയൊക്കെ ഒരത്തിയെ കൂടെ താമസിപ്പിക്കാൻ. സ്റ്റാൻലി എന്തുകൊണ്ടത് ചെയ്തില്ല? റിത്താമേ, 24 വർഷം മുമ്പ് നടന്ന സംഗതിയാണ്. അന്ന് എൽസമ്മയുടെ ഭാര്യയായിട്ടില്ല, എനിക്ക് മക്കളും ഉണ്ടായിട്ടില്ല. ആ സംഭവത്തിന് ശേഷം 3-4 വർഷം കഴിഞ്ഞാണ് ഞാൻ എൽസമ്മയെ മാരി ചെയ്യുന്നത്. അലീനയെ ഞാൻ മകളായി സ്വീകരിച്ചത് ഒരു തരത്തിലും എൽസമ്മയ്ക്ക് പറ്റിയില്ലെങ്കിൽ അവൾ എന്നെ ഡിവോഴ്സ് ചെയ്യട്ടെ, അതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്നൊക്കെ ഇങ്ങനെ സ്റ്റാൻലി പറയുമ്പോഴത്തേക്ക് റിത്താമ്മ ആകെ അന്തം വിട്ട് നിൽക്കണ്ടോ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.